ചെങ്ങായിമാരെ നമ്മൾ അഖിൽമാരാറുണ്ടല്ല 2020 വിട്ടുപോലും. 2020 നേതാവ് സാബു ജേക്കബ് ഇല്ലേ, നമ്മൾ ജെട്ടി സാബുവും പിന്നെ ചന്ദ്രശേഖരൻ മുതലാളില്ലേ ബിജെപിയുടെ നേതാവ്, ഇവർ രണ്ടാളും കൂടി നമ്മളെ മാരാറുണ്ടല്ല വഞ്ചിച്ചു പോലും മൂജിച്ചു പോലും. അതായത് അഖിൽമാരാർക്കുണ്ടല്ല മൂപ്പറ നാടായ കൊട്ടാരക്കരയിലുണ്ടല്ല, കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാലും നമ്മൾ മാരാറ് 2020 ചേർന്നത്. 2020 ചേർന്നതല്ല, 2020 വഴി ഉണ്ടല്ല ചാണകക്കുഴിയിലേക്ക് വീണത്. ലാസ്റ്റ് നമ്മളെ മാരാറുണ്ടല്ല ചാണകക്കുണ്ടിൽ വീണെന്ന് ഉറപ്പിച്ചുകൊണ്ടല്ല യുവന്മാരുണ്ടല്ല കൊട്ടാരക്കരമാരി നേരെ തൃപ്പൂണിത്തറയിലേക്ക് നമ്മളെ മാരാറങ്ങ് തട്ടി. അത് മാത്രമല്ല പോലും തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടല്ല പ്രചരണത്തിന് 1 രൂപ ഉണ്ടല്ല 2020 കൊടുത്തില്ല പോലും, ബിജെപിയും കൊടുത്തില്ല പോലും. അതോടെ പ്രചരണത്തിന് 1 രൂപയില്ലാത്ത നമ്മളെ മാരാറുണ്ടല്ല സ്വന്തം ബൈക്ക്, ആഡംബര ബൈക്ക് ഉണ്ടല്ല വിറ്റിട്ടാണ് പോലും ബാക്കി പ്രചരണം നടത്തിയത്. അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ ബിജെപി കൊടുക്കുന്ന പൈസ ഉണ്ടല്ല, ആ പൈസ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയും ജെട്ടി സാബും കൂടി ഉണ്ടല്ല മുക്കി നക്കിട്ട് നമ്മളെ മാരാറ വീണ്ടും നല്ല ഉണങ്ങ് മൂജിച്ച്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാരാറുണ്ടല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മാരാറ് പറയുന്ന ആ വോയിസ് ഒന്ന് കേട്ടാലോ. അഖിൽമാരാർ എന്താണ് സാബുവും ജേക്കബും അങ്ങനെയുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് വഞ്ചിച്ചു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടാകുന്നത്? അല്ല, ഇത് മധു വളരെ വ്യക്തം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കൊട്ടാരക്കരയിലെ യുഡിഎഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എന്റെ പേരൊക്കെ പല മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ യുഡിഎഫുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ സീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വതന്ത്രമായി മത്സരിക്കണമെന്ന ആഗ്രഹമായിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹത്തെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജേക്കബ് പോയിരുന്നു. അതിന് മുൻപ് തന്നെ എൻഡിയുടെ കുറെ ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പൈസ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് എന്റെ തന്നെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് മത്സരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് വരുന്നത്. കൊട്ടാരക്കര സീറ്റ് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പ് നൽകാമെങ്കിൽ, ആരും 2020 അവിടെ ആളില്ല, 2020 സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്കൊരു സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർ ഉറപ്പ് മേടിച്ചു തരാം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ പറയുന്നു. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ 2020 ചേരാൻ തീരുമാനമെടുക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഇമേജിൽ തന്നെ എന്റെ നാട്ടിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് രശ്മി പിന്നീട് വരുന്നു. ഈ പിന്നീട് രശ്മി വന്നതാണോ വരുത്തിച്ചതാണോ എന്നതുപോലും എനിക്ക് പിന്നീട് സംശയമുണ്ട്. എന്തായാലും കൊട്ടാരക്കര സീറ്റിലേക്ക് രശ്മി വരുന്നു, രശ്മിക്ക് ആ സീറ്റ് അവർ നൽകുന്നു. പിന്നീട് ഞാൻ പറയുന്നു ശരി ഞാൻ മാറി നിൽക്കാം. അപ്പം പറയുന്നു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അതിൽ മാറണ്ട, നമുക്ക് തൃപ്പൂണിത്തറ സീറ്റിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നു. അപ്പോൾ തൃപ്പൂണിത്തറ സീറ്റ് ആ സമയത്ത് 2020 കൊടുക്കാൻ ബിജെപിക്ക് താല്പര്യമില്ല. കാര്യം അവിടെ നഗരസഭ അവർക്ക് ഭരണമുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം ഇത് മറന്നുപോയി എന്നാണ് പറയുന്നത്. അതായത് അഖിൽ പത്തനാപുരത്താണെന്നാണ് ഞങ്ങൾ കരുതിയത്, തെറ്റ് മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS നേതാക്കന്മാരെയും ഞാൻ പോയി കണ്ടു. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രീതിയിൽ നമ്മളെ ഈ സാബു ജേക്കബ് കുടുക്കിയതാണ്. അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെയും സാന്നിധ്യത്തിൽ അഖിലിനെ നമ്മൾ പത്രസമ്മേളനം ചെയ്ത് കൊട്ടാരക്കരയിലേക്ക് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന നടത്തുന്നത് എന്നെ 2020 ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ 2020 ചേർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങ് കൊടുത്തു. അതോടുകൂടിയിട്ട് ഞാൻ സെക്കായി പോയി. കാരണം മണ്ഡലമോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഞാൻ 2020 ചേർന്നു എന്നൊരു വാർത്ത കൊടുക്കുകയും സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഉറപ്പ് നൽകിയതല്ലേ. എനിക്ക് എല്ലാ വാട്സ്ആപ്പ് ചാറ്റുകളും കിടപ്പുണ്ട്. ആ ഉറപ്പ് നൽകുന്നതും ഞാൻ സംശയം പറയുന്നതും പിന്നീട് വീണ്ടും ഉറപ്പ് നൽകുന്നതും ഇതെല്ലാം കഴിഞ്ഞ് തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്നു. തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്ന സമയത്തും സംഘത്തിന്റെ ഭാഗത്തു നിന്നും ബിജെപിയുടെ ഭാഗത്തു നിന്നും ഞാനാണ് 2020 സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എല്ലാവരുടെ ചർച്ചകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എന്നെ തൃക്കാക്കരയിൽ ബുദ്ധിപരമായി അനൗൺസ് ചെയ്യിച്ചതിന് അതിനുശേഷമാണ് അഞ്ജലി എടുത്ത് സംസാരിക്കുന്നത്. അഞ്ജലി ആകെ പറഞ്ഞിരുന്നത് സ്വന്തം നാടാണ് തൃപ്പൂണിത്തറ, അവിടെ മത്സരിക്കാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ഒരു ബൈക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വിറ്റിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ആദ്യം ഞാൻ ചെലവഴിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ 2020 എന്റെ അടുത്ത് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ 18 കൗൺസിലർമാർ മത്സരിച്ചിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു കൗൺസിലർ ജയിച്ചിട്ടുണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ മാധു 2 പേരാണ് 2020 വേണ്ടി മത്സരിക്കാൻ തൃക്കാക്കരയിൽ എന്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ട്. പിന്നെ ഓഫീസിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നെങ്കിലും പ്രവർത്തനത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പേർ, ഒരു മണ്ഡലം ഓഫീസില്ല. അതായത് NDAക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ കാട്ടിക്കൂട്ടിയ ബഹളങ്ങളാണ് യഥാർത്ഥത്തിൽ അന്നാ നടന്നത് മുഴുവൻ. ഈ തെരഞ്ഞെടുപ്പ് ചെലവിലുള്ള പണമൊന്നും 2020 തന്നില്ലേ? ഈ ബൈക്ക് വിറ്റ പണം മാത്രമാണോ ചെലവഴിച്ചത്? അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് തുടക്കത്തിലെ കാര്യം പറഞ്ഞത്. ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി. കാരണം ജീവിതം നശിക്കുന്നതും നാണക്കേടും എല്ലാം ഈ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയിലേക്കാണ് ചുരുങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചെലവാക്കിയ പണമെങ്കിലും നിങ്ങൾ നൽകിയേ പറ്റൂ. അങ്ങനെ ഞാൻ അതായത് വളരെ ചെറിയ പൈസകൾ മാത്രമേ നമ്മൾ തൃക്കാക്കര ചെലവഴിച്ചിട്ടുള്ളൂ. ആ ചെറിയ പൈസകൾ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് ബിജെപിയിൽ നിന്ന് വലിയൊരു ഫണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും സ്വന്തമായി പണം ചെലവഴിക്കുന്നുണ്ട്, ബിജെപി സഖ്യകക്ഷികൾക്ക് മത്സരിക്കാനുള്ള പണം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ടും സ്ഥാനാർത്ഥികളേക്ക് പണം എത്തിയില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. കാരണം എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്ന പഴി ഇതാണ്. ഞാനായിക്കോട്ടെ, എന്റെ ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാ സ്ഥലത്തു നിന്നും കേൾക്കുന്നത് നമുക്ക് എന്തോ പണം നൽകിയത് കൊണ്ടാണ് നമ്മൾ 2020 വന്നത്. കൊട്ടാരക്കര സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കാനുള്ള ഒരു സാധ്യത എന്റെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടി ചേർന്നത്. അല്ലാതെ തൃക്കാക്കര വന്ന് പണം മേടിച്ച് മത്സരിക്കാൻ വന്ന ആളല്ല ഞാൻ. അപ്പം പിന്നെ മത്സരിക്കാൻ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കാര്യം 10 കൂടുതൽ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം. സംഘടന തീരെ ഇല്ലാത്ത പ്രവർത്തിക്കാൻ ഒരു കൗൺസിലർ ഇവർക്ക് ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലർ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അതായത്
അത്രയേറെ അവരിൽ നിന്ന് 2020 നിന്ന് 2020 ഈ തീരുമാനത്തിന് ശേഷം അകന്നു പോയവരാണ് എല്ലാവരും. ഇപ്പം മാങ്ങ ചാണകത്തിൽ വീണു എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ പോയവരാണ് മത്സരിച്ച ഭൂരിഭാഗം പേരും. അപ്പൊ ഈ യാഥാർത്ഥ്യം ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കാനൊപ്പം ആളില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളെയും എന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അഖിലിന്റെ കൂടെ വാഹനത്തിൽ ഈ വാഹന പര്യടനത്തിലൊക്കെ ചേർന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം അതായത് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ വൈകുന്നേരം ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു 17 ദിവസത്തോളം തെരഞ്ഞെടുപ്പിൽ ടോട്ടൽ നമുക്ക് പ്രവർത്തന മേഖല ഉണ്ടായത് ഒരേ ഒരു ദിവസം മാത്രമാണ് ഇദ്ദേഹം വന്നത്. അതും ഒരു നാമമാത്രമായ രീതിയിൽ ആ വാഹനത്തിൽ വന്ന് നിന്ന് പോയി. ഞാൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് സഭാ നേതാക്കന്മാരെ സാറിനെ കൊണ്ട് പരിചയപ്പെടുത്തിയതൂടെ ഒരു കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓക്കെ എന്തായാലും ഞാൻ 2020 ചേർന്ന് 2020 വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ ചോദിച്ചു, കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആക്കി നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്യും, ഞാൻ ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൊല്ലം ജില്ലയിൽ ഞാൻ ചെയ്യാം. ഒരു മറുപടിയില്ല. ഞാനിവിടെ ഒരു തൃക്കാക്കരയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു, സുരേഷ് ഗോപി 4 ലക്ഷം രൂപ തന്ന് സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അത് വേണ്ടി ചെയ്യാൻ ഞാൻ ഈ കാര്യം ഞാൻ ഇദ്ദേഹത്തെ അറിയിക്കുന്നു. നല്ല കാര്യം എന്ന് പറഞ്ഞു പോലും ഒരു മെസ്സേജ് ഇല്ല. നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന ഒരു പയ്യന്റെ കിക്ക് ഫെയിലിയർ ആയിട്ട് തൃക്കാക്കര തോറ്റു ശരിയാണ്, പക്ഷേ 2020 നിന്നിടത്ത് എല്ലായിടത്തും തോറ്റല്ലോ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇനി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വിചാരം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അത് ഇപ്പൊ ഈ പറയേണ്ടി വരുന്നതും ഇപ്പൊ 2020 നിന്ന് ലഭിച്ച ഫണ്ട്, അപ്പൊ എനിക്കത് കണക്കറിയാം, പക്ഷെ ഞാൻ ആ കണക്ക് പറയുന്നില്ല. ആ ഫണ്ട് ഏത് രീതിയിലാണ് പല മണ്ഡലങ്ങളിലും ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏകദേശ ധാരണയും നമുക്കുണ്ട്. അപ്പം വ്യക്തിപരമായിട്ട് ആ ഫണ്ട് ലഭിക്കുക, തെലങ്കാനയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, അത് കേന്ദ്രത്തിൽ നിന്നും അവിടെ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക. ഏതാണ്ട് 1600 കോടി രൂപയാണ് കിറ്റെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോസ്. അത് അമേരിക്കയിലെ താരിഫ് മൂലമുണ്ടായ പ്രശ്നമാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് റീസെന്റ് ആയിട്ട് ഒരു 10,000 കോടിയുടെ ഒരു പ്രോജക്ട് ഒരു അലോക്കേഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിറ്റെക്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മാർഗമായിട്ട് കൂടിയിട്ടൊക്കെ ആകാം. അതായത് ഒരു വ്യക്തി തന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മൾ വരികയും ഞാൻ ഇന്നലകളിൽ കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ജനങ്ങളുടെ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്നെ നമുക്ക് വെറുപ്പായി മാറുമ്പോൾ ഒരു മറുപടി പോലും പറയാനോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാനോ ഞങ്ങളൊരു മെസ്സേജിന് പോലും റിപ്ലൈ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ജനങ്ങളുടെ ആക്ഷേപം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ വർഗീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും ഞാനൊരു വലിയ വർഗീയവാദിയായി മാറി കഴിഞ്ഞ 3 മാസം കൊണ്ട്. ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെങ്കിൽ എനിക്ക് 70,000 ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ട ജനതയാണ് എന്നെ തെറി വിളിക്കുന്നത്. അതിന് കാരണക്കാരനായ മനുഷ്യൻ അങ്ങേരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുകയും നമുക്കതുകൊണ്ട് പഴി കേൾക്കേണ്ടി വരുന്ന ആ ഭാരം, ആ വിഴുപ്പ് ഞാൻ വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് പോകാം. യാതൊരു ബന്ധവും അഖിൽ മാരാർക്കില്ല. സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകും. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ടും ഞാൻ സ്വതന്ത്രമായിട്ട് തന്നെ നിന്നിരുന്ന ഒരാളാണ്. പലരും എന്നെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. അത് നാളെയും എനിക്ക് വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അദ്ദേഹത്തിന് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ NDA-കാരനായി പോയി, അതുകൊണ്ട് അത് ശരിയല്ല എന്ന് ജനം പറയരുത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഒരു ശരി വന്നാൽ അത് ശരിയെന്ന് പറയണം. ആ ശരിയെ NDA-കാരനാക്കി മാറ്റരുത്. ശരികളെ ശരിയും തെറ്റിനെ തെറ്റുമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഞാനായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അനാവശ്യ വിഴുപ്പുകൾ എനിക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇത് മാത്രമല്ല ഇന്നൊരു വീഡിയോ രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പ് നൽകിയതല്ലേ സീറ്റ് 2020 അലോക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് നൽകിയ ഉറപ്പിനകത്ത് രാജീവ് ചന്ദ്രശേഖർ കൂടി ഭാഗമായിരുന്നു. അപ്പം അദ്ദേഹം കാണിച്ച ഒരു മര്യാദയാണ്. ഓക്കെ, കൊട്ടാരക്കര സീറ്റ് അഖിലിനെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ മാന്യമായ BJP-ക്ക് സംഘടനാ ശേഷിയുള്ള ഒരു സീറ്റ്. ഇപ്പൊ ഈ തൃക്കാക്കര എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലർ പോലും ഇല്ല കേട്ടോ. BJP-ക്കോ 2020-ക്കോ ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത സംഘടനാ ദൗർബല്യം വളരെയേറെ അനുഭവപ്പെടുന്ന മേഖലയാണ്. പാവം നമ്മളെ മാരാറ് ഉണ്ടായിരുന്ന നിലയും പോയി, ഉണ്ടായിരുന്ന വിലയും പോയി, കയ്യിലിരുന്ന കാശും പോയി. അവസാനം കിട്ടിയതോ നാട്ടുകാരുടെ തെറിവിളി മാത്രം. മാരാറെ മൂഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കിയതോ നമ്മുടെ ജഡ്ജി സാബും നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയും. പിന്നെ മാരാറെ, നിന്നോട് ഞാനൊരു സത്യം പറട്ടെ, നീ തൃപ്പൂണിത്തറയല്ല, കൊട്ടാരക്കരയല്ല, എവിടെ നിന്നാലും ഉണ്ടല്ല, എവിടെ നിന്നാലും 8 നിലയിൽ പൊട്ടു. അതിന് മാരാറെ നീ ഉണ്ടല്ല 2020 സ്ഥാനാർത്ഥിയല്ല, BJP-ന്റെ അല്ല, കോൺഗ്രസിന്റെ അല്ല, CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് നിന്നാലുണ്ടല്ല, നിന്നെ ജനങ്ങളുണ്ടല്ല 8 നിലയിൽ പൊട്ടിക്കും. അതായത് കേരളത്തിലെ ബുദ്ധിയും വിവരമുള്ള ജനങ്ങളുണ്ടല്ല 1 മണിക്കൂറിൽ 10 തവണ നിലപാട് മാറ്റുന്ന നിന്നിട്ടില്ല, നിന്നെ 8 നിലയിൽ എന്തായാലും പൊട്ടിക്കൂ. അത് നീ ഏത് പാർട്ടിന്റെ സ്ഥാനാർത്ഥിയായാലും നിന്നിട്ടില്ല മലയാളികൾ 8 നിലയിൽ പൊട്ടിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ അഖിൽമാരുടെ ഈ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. BJP-ന് 2020 കുറ്റം വന്നിട്ട് നൈസ് ആയിട്ടുണ്ടല്ല തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് കയറിപ്പറ്റാനുള്ള മാരാറുടെ ഒരു വൃത്തികെട്ട പരിപാടി അത്. അങ്ങനെ അബദ്ധവശാലി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ല നിന്നെ വീണ്ടും കോൺഗ്രസിലേക്ക് എടുത്തിട്ടുണ്ടെങ്കില്ല, കോൺഗ്രസിന്റെ അണികളുണ്ടല്ല നല്ലവരായ അണികൾ, ആ നേതാക്കന്മാരെയും നിന്നെയും കണ്ണം വഴി ഓടിച്ചിരിക്കും. അതുകൊണ്ട് മാരാറെ നീ ഉണ്ടല്ലോ ഇനി എന്തു ടൈപ്പ് കാണിച്ചിട്ടുണ്ടല്ല കേരളത്തിലുണ്ടല്ലോ ഇനി നിനക്ക് രക്ഷയില്ല. അപ്പോഴെന്തായാലും എല്ലാം നഷ്ടപ്പെട്ട് പൊട്ടിക്കറിയുന്ന നമ്മളെ ചാണകന്മാരാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.